തിക്നെസ് കുറഞ്ഞ ഈ ഒരു യാണാണ് ഞാനിവിടെ സ്റ്റാർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ 3mm ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മാജിക് റിങ് ഇതുപോലെ ഒന്ന് ചുറ്റി, ഈ ഫസ്റ്റ് ചുറ്റിയ ഈ ഒരു യാണിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് ഇങ്ങനെ പുള്ളി ചെയ്ത് ഈ ഒരു യാണിനെ ട്വിസ്റ്റ് ചെയ്തതിന് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. കണ്ടോ, മാജിക് റിങ് റെഡിയായി. ഇനി 14 ഡബിൾ ക്രോഷ് ചെയ്യണം. 14 ഡബിൾ ക്രോഷ് ചെയ്യും മുന്നേ 3 ചെയിൻസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം. 3 ചെയിൻസ് എന്ന് പറയുമ്പോൾ 2 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യയ്ക്ക് തുല്യമാണ്. ഒരു ചെയിൻ സ്ലിപ്പ് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 3 ചെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 14 ഡബിൾ ക്രോഷ്യ. 1 2 3 ഇതേ കണക്കിന് ഡബിൾ ക്രോഷ്യ 14 എണ്ണം ചെയ്ത ശേഷം കാണിച്ചു തരാം. ഓരോ സ്റ്റിച്ചും ഒരേ സൈസിൽ ചെയ്തെടുക്കണം. 14 എണ്ണമാണ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി എണ്ണി നോക്കാം. 14 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. 14 ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് 3 ചെയിൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അത് കൂട്ടി വരുമ്പോൾ 15 എണ്ണം കേട്ടോ. 14 ഡബിൾ ക്രോഷ്യയും 14 ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ, അത് 15ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ 15 ഡബിൾ ക്രോഷ്യയാണ്. ഒരു ഡബിൾ ക്രോഷ്യയ്ക്ക് തുല്യമാണ് ഈ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്. ഇതുണ്ടല്ലേ, ഈ 3 ചെയിൻസ്, ഈ 2 ചെയിൻസ് ഒരു ഡബിൾ ക്രോഷ്യയ്ക്ക് തുല്യമാണ്. 3rd ചെയിൻ സ്ലിപ്പ് നോട്ടാണ്. അത് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആ മാർക്കർ യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാം. ഈ 3rd സ്റ്റിച്ച്, ഫസ്റ്റ് 3 സ്റ്റിച്ച് കൊടുത്തല്ലോ, അതിൻ്റെ 3rd സ്റ്റിച്ചിനകത്ത് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. 2 ചെയിനിലൂടെ ഇതുപോലെ വലിച്ചെടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ റിങ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. കണ്ടോ, ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. മാക്സിമം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടെയിലിയാണ് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ 15 ഡബിൾ ക്രോഷ്യ. 15 ഡബിൾ ക്രോഷ്യ ഞാൻ പറഞ്ഞല്ലോ. ഒരു ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 3 ചെയിൻസാണ്. അങ്ങനെ 15 സ്റ്റിച്ച് ഉണ്ട് ഇതിനകത്ത്. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റോയ്ക്ക് വേണ്ടി 6 ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. 4 5 6. ഇപ്പോൾ 6 ചെയിനായി. ഈ 6 ചെയിനിൽ നിന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്യണം. 3rd ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇത് സിമ്പിളാണ് കേട്ടോ. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ. അത് ചെയ്യുമ്പോഴത്തേക്ക് 1 ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ 1 ട്രയാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 3rd സ്റ്റിച്ചിനകത്താണ് കണ്ടോ ഈ 1 2 3rd ചെയിനകത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് അടുത്ത ചെയിനകത്ത് ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഇത് 3 ഇവിടെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാനുള്ളത് ട്രിപ്പിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഇനി 1 ചെയിൻ ബാലൻസ് ഉണ്ട്. അതിലോട്ട് ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഈ ചെയിനകത്ത് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് ട്രിപ്പിൾ ക്രോഷ്യ, 2 ലൂപ്പ്, നെക്സ്റ്റ് 2 ലൂപ്പ്, നെക്സ്റ്റ് 2 ലൂപ്സ്. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇതിനിവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ ചെയ്ത ചെയിൻ ആഡ് ചെയ്യേണ്ട. നെക്സ്റ്റ് 2 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്ത് 2 ഡബിൾ ക്രോഷ്യയ്ക്ക് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റിച്ചിനകത്താണ് ജോയിൻ ചെയ്യാനുള്ളത്. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇത് സ്റ്റാർട്ട് ചെയ്ത ചെയിൻ ആഡ് ചെയ്യേണ്ട. നെക്സ്റ്റ് വരുന്ന 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലാണ് ജോയിൻ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ചെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതും ഫസ്റ്റ് ചെയ്ത പോലെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. 3rd ചെയിനകത്ത്
സിംഗിൾ ക്രോഷ്യ. 1 2 3 തേർഡ് ചെയിനകത്താണ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിനകത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിനകത്ത് ഡബിൾ ക്രോഷ്യ. ഇനി 1 ചെയിനുണ്ട്, അതിനകത്ത് ട്രിപ്പിൾ ക്രോഷ്യ. ലാസ്റ്റ് ചെയിനാണ് കേട്ടോ ഇത്. ഒത്തിരി ടൈറ്റ് പിടിക്കാൻ പാടില്ല, ഒത്തിരി ലൂസ് പിടിക്കാൻ പാടില്ല. ട്രിപ്പിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇനി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് വരുന്ന കണ്ടോ, 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് കൂട്ടാതെ നെക്സ്റ്റ് 2 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് കണ്ടോ, ഇവിടെ ഫസ്റ്റ് ചെയ്തതാണ്, അത് കഴിഞ്ഞ് 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യാനുള്ളത്. അവിടെ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 ട്രയാങ്കിളായി. ഇതുപോലെ ഇനി 3 ട്രയാങ്കിൾ കൂടെ ചെയ്യണം കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി, 2 സ്റ്റിച്ച് വിട്ട് വിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 5th ട്രയാങ്കിളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഈ ഒരു സ്റ്റിച്ചിൽ തന്നെയാണ് ഈ 5th ട്രയാങ്കിൾ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു കറക്റ്റ് ലെവലിൽ ഇതുപോലെ കിട്ടും കേട്ടോ. അതാ ഈ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിലോട്ട് ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ഇതിവിടെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്ത ശേഷം ടെയിൽ കുറച്ച് ലെങ്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് സ്റ്റാറായിട്ട് മാത്രമല്ല, ഈ ഫ്ലവറിൻ്റെ ഞെട്ടായിട്ട് ചെയ്യാനും ഇത് നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ടെയിലിയാണൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള ഈ സ്പേസ് ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ഈ ടെയിലിയാണെല്ലാം നമുക്കൊന്ന് ഹൈഡ് ചെയ്തെടുക്കണം. ഫ്ലവേഴ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനും ഇതേ മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഹൈഡ് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് ചെയിൻ ഇവിടെ ഫോമായി കണ്ടോ. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നോ എവിടെയാണ് ക്ലോസ് ചെയ്തതെന്നോ അറിയാത്ത രീതിക്ക് നമുക്കിത് ഹൈഡ് ചെയ്തെടുക്കാം. ഇനി റാൻഡം സ്റ്റിച്ച് ഇതുപോലെ 2-3 സെലക്ട് ചെയ്യുക. അതിനകത്തോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് മാറ്റാം. ടെയിലാണ് ഹൈഡ് ചെയ്യാൻ സിമ്പിളാണേ. ഇത് കണ്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത ശേഷം ഈ മാജിക് റിങ്ങിനകത്ത് സ്റ്റിച്ചസ് ഉണ്ടല്ലോ, അതിനകത്തൂടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഒരു സൈഡിലോട്ട് മാത്രമല്ല തിരിച്ചും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് നമുക്ക് സുന്ദരമായിട്ട് ഇതിനെ ഹൈഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. സിമ്പിളാണ്. സ്റ്റാർട്ട് ചെയ്ത് എവിടെയെന്നും ക്ലോസ് ചെയ്ത് എവിടെയെന്നും അറിയാത്ത രീതിക്ക് തന്നെ ഹൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് സ്റ്റാർ ഇവിടെ കംപ്ലീറ്റായി. ഫ്ലവർ ചെയ്യുമ്പോൾ നമുക്കിത് ഞെട്ടായിട്ടും യൂസ് ചെയ്യാൻ കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഫ്ലവറെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. കണ്ടോ, വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.